ഹലോ എവരിബഡി, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ചാനൽ ചെറിയൊരു പ്രശ്നമായതുകൊണ്ട് ആ ചാനൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നില്ല. ഈ ചാനലിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര വയനാട് ജില്ലയിലെ കൽപ്പറ്റക്കടുത്തുള്ള മയിലാടിപ്പാറ എന്നുള്ള സുന്ദരമായ ഒരു പ്രദേശത്തേക്കാണ്. ശരിക്കും അതൊരു വലിയൊരു കുന്നാണ്, ഒരു മലയാണ്. അപ്പോൾ അതിൻ്റെ ചരിത്രം പറയുമ്പോൾ നമ്മുടെ കണ്ണിന് വളരെയേറെ ഇമ്പം നൽകുന്ന അരുവികളും അതുപോലെ തന്നെ നല്ല പാറകളും പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ് മയിലാടിപ്പാറ. ഏകദേശം മയിലാടിപ്പാറിൻ്റെ താഴെ നിന്ന് 700 മീറ്ററോളം നടക്കാനുണ്ട്. വാഹനങ്ങൾ അതിൻ്റെ താഴെ വരെ മാത്രമേ അനുമതിയുള്ളൂ പ്രവേശിക്കാൻ. അത് നേരിട്ട് കാണേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഈ കാലത്ത് വളരെ ടൂറിസ്റ്റുകൾക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു പ്രദേശം കൂടിയാണ് അത്. വ്യൂ പോയിന്റുള്ള, അതായത് കൽപ്പറ്റ ടൗണ് അല്ലെങ്കിൽ ആ പ്രദേശം മുഴുവൻ വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് കൂടിയാണ് ഈ മയിലാടിപ്പാറ എന്ന് പറയുന്നത്. ആ മയിലാടിപ്പാറ നടന്നു പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് നല്ല അരുവികളും നല്ല തണുത്ത വെള്ളമാണ്. അത് നേരിട്ട് പോയിട്ട് നമ്മൾ ആസ്വദിക്കേണ്ട ഒരു സംഭവം. ആരും തന്നെ മിസ് ചെയ്യരുത്. മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. നല്ല മഴയുള്ള സമയത്തായതുകൊണ്ട് തന്നെ നല്ല പച്ച കളറ്, നല്ല മൂടിയ കെട്ടിയ കാലാവസ്ഥ, നല്ല മരങ്ങൾ. ഈ കാഴ്ചകൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല സുന്ദരമായ, കണ്ണിന് നല്ല അടിപൊളി കാഴ്ച നൽകുന്ന ഒരു പ്രദേശമാണ് ഈ മയിലാടിപ്പാറയിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത്. ഈ മയിലാടിപ്പാറക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ബുദ്ധൻ്റെ ഒരു കാലിൻ്റെ ശില്പമുണ്ട്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി നിർമ്മിച്ചതാണത്. ഏകദേശം 6 മാസം പിടിച്ചു അത് നിർമ്മിക്കാൻ വേണ്ടി എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല അതിനടുത്ത് തന്നെ ഏകദേശം ഒരു 50 മീറ്റർ അകലെയായിട്ട് ജൈന മതക്കാരുടെ ഒരു ക്ഷേത്രവും അവിടെ ഉണ്ട്. ഇവിടെ തന്നെ ധാരാളം ഗുഹകൾ നമുക്ക് കാണാൻ കഴിയും. മൃഗങ്ങൾ അവരുടെ വിശ്രമത്തിന് വേണ്ടി എടുക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക് രാത്രികളിൽ ആരും തന്നെ അങ്ങനെ യാത്ര ചെയ്യാറില്ല. എന്നാലും രാവിലെകളിലും മറ്റും ഇവിടെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് അവിടെ അവർ പ്രത്യേകം നമ്മളെ ഉണർത്തുന്നുണ്ട്. ഈ പാറക്കെട്ടുകളും മറ്റും കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണിനും, അതായത് മരങ്ങൾ ചുറ്റിപ്പിണർന്ന പാറക്കല്ലുകളാണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ പാറകൾക്ക് ഇടയിലൂടെ മരങ്ങൾ വളർന്നു നിൽക്കുകയാണ്.
അതായത് പാറകളെ മരങ്ങൾ സംരക്ഷിച്ച് നിർത്തുന്നു എന്ന് എന്ന് നമുക്ക് തോന്നുന്ന വിധം വളരെ നല്ല കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഈ വയനാട് ജില്ല എന്ന് പറയുമ്പോൾ ആദിവാസികളുടെ ഒരു കോളനികൾ ഒരുപാട് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ തന്നെ ജൈന മതക്കാരും ബുദ്ധമതക്കാരും ഇവിടെയാണ് ആദ്യമായി കേരളത്തിൽ എത്തിയത് എന്നും നമ്മൾക്ക് ചരിത്രത്തിൽ കാണാം. എന്നാൽ ജൈനമതക്കാരും ബുദ്ധമതക്കാരും അവരുടെ ഒറിജിൻ വ്യത്യാസമായതുകൊണ്ട് തന്നെ രണ്ട് മതക്കാരുടെയും ആചാരങ്ങൾ എങ്ങനെയാണ് ഈ മയിലാടിപ്പാറക്ക് മുകളിൽ എത്തിയതെന്ന് യാതൊരു അറിവുമില്ല. ഈ മയിലാടിപ്പാറ എന്നുള്ള പേര് വരാനുള്ള കാരണം വേറൊന്നും കൂടിയുണ്ട്. ഇതിൻ്റെ മുകളിൽ മയിലാടിയിരുന്നു എന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ മയിലുകൾ കൂടുതൽ കാണപ്പെട്ടിരുന്നു എന്നതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് മയിലാടിപ്പാറ എന്നുള്ള പേര് വരാൻ കാരണം പറയാം. ഇപ്പോൾ ഇവിടെ സമയം 10 മണി മുതൽ 6 മണി വരെയാണ് സന്ദർശകർക്കുള്ള സമയം. ഇവിടെ ഇപ്പോൾ ഫ്രീ അല്ല. ആദ്യമൊക്കെ ഫ്രീ ആയിരുന്നു. ആദ്യമൊക്കെ നമ്മൾ അതിൻ്റെ സൈഡിലൂടെയൊക്കെ അങ്ങനെ പറ്റിപ്പിടിച്ച് വലിഞ്ഞ് കയറുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതിന് ഒരു ചെറിയൊരു ഫീസ് വെച്ചിട്ടുണ്ട് അവർ. ഇതൊക്കെ നേരിട്ട് കാണേണ്ട കാഴ്ച തന്നെയാണ്. വീഡിയോയിൽ നിങ്ങൾ അത്ര ഒരു എഫക്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാലും പറ്റാവുന്നവരൊക്കെ വന്ന് വിസിറ്റ് ചെയ്യണം. ഇത്രയും നല്ല അടിപൊളി കാഴ്ചയാണ്. അല്ലേ? ആകാശത്തോട് ചേർന്ന് നിൽക്കുന്ന പർവ്വത നിരകളെ ഓർമ്മിപ്പിക്കുന്ന വിധം ആകാശത്തേക്കുള്ളൊരു യാത്ര പോലെയാണ് നമുക്കത്. അത് വലിയ വലിയ പാറക്കെട്ടുകൾ മേഘത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് കോടമഞ്ഞുകൾക്കിടയിലൂടെ അവ നടന്ന് രസിക്കുന്നത് പോലെയുള്ള ഒരു സുന്ദരമായ കാഴ്ചയാണ് മയിലാടിപ്പാറയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ദൂരെ കാണുന്നത് തന്നെ ജെയിൻ ടെമ്പിൾ, ജൈന മതക്കാരുടെ ഒരു ക്ഷേത്രമായിട്ടാണ് അത് അവിടെ നിലകൊള്ളുന്നത്. ഈ ഭാഗത്തായിട്ട് ബുദ്ധമതക്കാരുടെ ഒരു ശില്പവും ഒരു മഹത് വ്യക്തിയുടെ ശില്പവും അവിടെ ഉണ്ട്.
ഈ മയിലാടിപ്പാറയുടെ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 700 മുതൽ 2100 വരെ ആണെന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഴക്കാലം ആയതുകൊണ്ട് തന്നെ വളരെ പച്ചപ്പ് നിറഞ്ഞ ഒരു സുന്ദരമായ ഒരു പ്രദേശമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. മലനിരകൾ മേഘങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് വയനാട് കൽപ്പറ്റയുടെ വിവിധ ഭാഗങ്ങൾ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുക എന്നുള്ളത് വളരെ കൗതുകം ഉണർത്തുന്ന ഒരു സംഭവമാണ്. സൂര്യ അസ്തമയവും സൂര്യൻ ഉദിക്കുന്നതും ഇവിടെ നിന്ന് നേരിട്ട് കാണാൻ സാധിക്കും എന്നതും ഈ മയിലാടിപ്പാറയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മുടെ മറ്റേ ചാനൽ സപ്പോർട്ട് ചെയ്ത പോലെ ഈ ചാനലും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും.